ഒരു കപ്പലിൽ ജോലി ചെയ്യുന്നു. ആ കപ്പൽ അപകടത്തിൽപ്പെടുന്നു. അടുത്ത വർഷം മറ്റൊരു കപ്പലിൽ ജോലി ചെയ്യുന്നു. അതും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കപ്പൽ ദുരന്തങ്ങളിൽ ഒന്നിൽ മുങ്ങുന്നു. പക്ഷേ അതിലും ഞെട്ടിക്കുന്ന കാര്യം, അവൾ വീണ്ടും കപ്പലിൽ ജോലി ചെയ്യാൻ പോകുന്നു. ഇതൊരു സിനിമയിലെ കഥയല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണ്. അവളുടെ പേര് വയലറ്റ് ജെസോപ്പ്. പിന്നീട് ആളുകൾ അവളെ വിളിച്ചത് മിസ് അൺസിങ്കബിൾ, മുങ്ങാത്ത വനിത. പക്ഷേ ചോദ്യം ഇതാണ്, ഇത്രയും അപകടങ്ങൾ നേരിട്ടിട്ടും അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? അവളുടെ കഥ തുടങ്ങുന്നത് ടൈറ്റാനിക്കിൽ നിന്ന് പോലുമല്ല. അതിനു മുമ്പേ ഒരു മുന്നറിയിപ്പ് അവളുടെ ജീവിതത്തിൽ എത്തിയിരുന്നു. വയലറ്റ് ജെസോപ്പ് 1887 അർജന്റീനയിലാണ് ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ അയർലൻഡിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു. കുട്ടിക്കാലത്ത് വയലറ്റിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ക്ഷയരോഗം അവളുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയായി. ഡോക്ടർമാർ അവൾക്ക് അധികകാലം ജീവിക്കാനാകില്ലെന്ന് കരുതിയിരുന്നു. പക്ഷേ വയലറ്റ് അതിനെ അതിജീവിച്ചു. പിന്നീട് കുടുംബം ഇംഗ്ലണ്ടിലേക്ക് മാറി. അവളുടെ അച്ഛൻ മരിച്ചതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ബുദ്ധിമുട്ടായി. അമ്മ കപ്പലിൽ ജോലിക്ക് പോയിരുന്നു. പിന്നീട് വയലറ്റും കപ്പലിൽ യാത്രക്കാരെ പരിചരിക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അവൾക്കന്ന് അറിയില്ലായിരുന്നു കടൽ തന്നെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുമെന്ന്. 1911 വയലറ്റ് ഒളിമ്പിക് എന്ന വലിയ യാത്രാ കപ്പലിൽ ജോലി ചെയ്യുകയായിരുന്നു. അന്നത് വളരെ പ്രശസ്തമായ കപ്പലായിരുന്നു. പക്ഷേ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു യുദ്ധക്കപ്പലുമായി കൂട്ടിയിടിച്ചു. അത് HMS ഹോക്ക് ആയിരുന്നു. കൂട്ടിയിടിയിൽ ഒളിമ്പിക്കിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു. പക്ഷെ ഒരു പ്രധാന കാര്യം, കപ്പൽ മുങ്ങിയില്ല. വയലറ്റ് രക്ഷപ്പെട്ടു. അവൾക്കതൊരു വലിയ അപകടമായിരുന്നു. പക്ഷെ ഒരുപക്ഷെ അവൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകില്ല, ഇത് അവസാനമല്ല. കാരണം അടുത്ത വർഷം അവൾ കയറാൻ പോകുന്ന കപ്പൽ ലോകം ഒരിക്കലും മറക്കാത്ത ഒന്നായിരുന്നു. 1912 ഏപ്രിൽ വയലറ്റിന് പുതിയൊരു ജോലി ലഭിച്ചു, ടൈറ്റാനിക്. അന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യാത്രാ കപ്പലുകളിൽ ഒന്നായിരുന്നു. വളരെ വലുത്, വളരെ ആഡംബരമുള്ളത്. പലർക്കും അത് വളരെ സുരക്ഷിതമായ കപ്പലായി തോന്നി. വയലറ്റ് ടൈറ്റാനിക്കിൽ ഒരു ജീവനക്കാരിയായി യാത്ര തുടങ്ങി. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് സതാംപ്ടണിൽ നിന്ന് യാത്ര തുടങ്ങി. അവരുടെ ലക്ഷ്യം ന്യൂയോർക്ക്. കപ്പലിൽ നൂറുകണക്കിന് യാത്രക്കാർ, എല്ലാവരും പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്നു. ആർക്കും അറിയില്ലായിരുന്നു ഈ യാത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കടൽ ദുരന്തങ്ങളിൽ ഒന്നായി മാറുമെന്ന്. 4 ദിവസത്തോളം യാത്ര സാധാരണ പോലെ മുന്നോട്ടു പോയി. പിന്നെ ഏപ്രിൽ 14 രാത്രി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ടൈറ്റാനിക് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു മഞ്ഞുമല, കപ്പൽ അതിൽ ഇടിച്ചു. ആദ്യ നിമിഷങ്ങളിൽ പലർക്കും സംഭവത്തിന്റെ ഗുരുതരം മനസ്സിലായില്ല. പക്ഷേ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ ക്രൂ അംഗങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ടൈറ്റാനിക് മുങ്ങുകയാണ്. വയലറ്റിനും മറ്റുള്ള ജീവനക്കാർക്കും യാത്രക്കാരെ സഹായിക്കാനുള്ള ചുമതലയുണ്ടായിരുന്നു. അവൾക്ക് ലൈഫ് ബോട്ടിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ അവൾക്ക് മുന്നിൽ മറ്റൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു, യാത്രക്കാരെ സുരക്ഷിതമായി ലൈഫ് ബോട്ടുകളിലേക്ക് എത്തിക്കുക. അവസാനം വയലറ്റിനും ഒരു ലൈഫ് ബോട്ടിൽ കയറാൻ നിർദ്ദേശം ലഭിച്ചു. അവൾ ലൈഫ് ബോട്ട് 16 രക്ഷപ്പെട്ടു. പക്ഷേ കഥയിൽ മറ്റൊരു കൗതുകകരമായ സംഭവം കൂടിയുണ്ട്. വയലറ്റിന്റെ സ്വന്തം ഓർമ്മകളനുസരിച്ച് ഒരു കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. അവൾ കുഞ്ഞിനെയും കൂട്ടി ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. ടൈറ്റാനിക് ഒടുവിൽ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. വയലറ്റ് രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ ഇതോടെ അവൾ കടലിലെ ജോലി ഉപേക്ഷിച്ചില്ല. ഇതാണ് കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം. ടൈറ്റാനിക് ദുരന്തം കണ്ട ഒരാൾക്ക് വീണ്ടും കപ്പലിൽ കയറാൻ പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വയലറ്റ് വീണ്ടും കടലിലേക്ക് പോയി. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ഒരു വലിയ കപ്പലിൽ, അതും ടൈറ്റാനിക്കിന്റെ സഹോദരി കപ്പലിൽ. പേര് ബ്രിട്ടാനിക്. ഇപ്പോൾ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ലോകത്ത് 1-ാം ലോക മഹായുദ്ധം നടക്കുകയായിരുന്നു. ബ്രിട്ടാനിക് ഒരു സാധാരണ യാത്രാ കപ്പലായി അല്ല, ആശുപത്രി കപ്പലായി ഉപയോഗിക്കുകയായിരുന്നു. വയലറ്റ് അവിടെ ഒരു നഴ്സായി സേവനം ചെയ്തു. അങ്ങനെ 1916 നവംബർ 21 ബ്രിട്ടാനിക് ഏജിയൻ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. രാവിലെ എല്ലാം സാധാരണയായിരുന്നു. വയലറ്റ് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഒരു വലിയ സ്ഫോടനം. ബ്രിട്ടാനിക് ഒരു ജർമ്മൻ കടൽ മൈനിൽ ഇടിച്ചതിനെ തുടർന്ന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങി. പക്ഷേ ഇവിടെ ടൈറ്റാനിക്കിനേക്കാൾ ഒരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ബ്രിട്ടാനിക് വളരെ വേഗത്തിൽ മുങ്ങുകയായിരുന്നു. വയലറ്റിനും മറ്റു ജീവനക്കാർക്കും കപ്പൽ വിട്ടുപോകേണ്ടി വന്നു. അവൾ ഒരു ലൈഫ് ബോട്ടിലേക്ക് കയറി. പക്ഷേ അപ്പോഴാണ് അവൾക്ക് സംഭവിക്കുന്നതിൽ ഏറ്റവും അപകടകരമായ കാര്യം സംഭവിച്ചത്. കപ്പലിന്റെ എഞ്ചിനുകൾ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ലൈഫ് ബോട്ടുകൾ താഴേക്ക് ഇറങ്ങുന്നതിനിടെ ചിലത് കപ്പലിന്റെ ചുറ്റുന്ന പ്രൊപ്പല്ലറുകളുടെ അപകടകരമായ ഭാഗത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു. വയലറ്റ് ഉണ്ടായിരുന്ന ലൈഫ് ബോട്ടും അപകടത്തിലായി. അവൾക്ക് മുന്നിൽ 2 വഴികൾ മാത്രം: അവിടെ തുടരുക, അല്ലെങ്കിൽ കടലിലേക്ക് ചാടുക. അവൾ ചാടി. പക്ഷേ അതുകൊണ്ടും അപകടം അവസാനിച്ചില്ല. അവൾ വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അവസാനം അവൾ രക്ഷപ്പെട്ടു.
പക്ഷേ തലയിൽ ഗുരുതരമായി പരിക്കേറ്റു. വർഷങ്ങൾക്കു ശേഷം തലവേദനയെക്കുറിച്ച് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പഴയ പരിക്കിന്റെ തെളിവായി തലയോട്ടിയിൽ പൊട്ടലുണ്ടായിരുന്നതായി കണ്ടെത്തിയത് എന്ന് അവരുടെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നു. 1911 ഒളിമ്പിക് അപകടം, 1912 ടൈറ്റാനിക് മുങ്ങൽ, 1916 ബ്രിട്ടാനിക് മുങ്ങൽ. 3 വ്യത്യസ്ത കപ്പൽ ദുരന്തങ്ങളിൽ അവൾ നേരിട്ട് അപകടത്തിലായി. ഒളിമ്പിക് മുങ്ങിയില്ലെങ്കിലും അതിലെ കൂട്ടിയിടിയിൽ അവൾ ഉണ്ടായിരുന്നു. ടൈറ്റാനിക് മുങ്ങി, അവൾ രക്ഷപ്പെട്ടു. ബ്രിട്ടാനിക് മുങ്ങി, അവിടെയും അവൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നീട് അവൾക്ക് ലഭിച്ച പ്രശസ്തമായ പേര് മിസ് അൺസിങ്കബിൾ. ഇത്രയും സംഭവിച്ചിട്ടും വയലറ്റ് കടൽ ഉപേക്ഷിച്ചില്ല. അതെ, ഇത്രയും അപകടങ്ങൾക്ക് ശേഷവും അവൾ വീണ്ടും കപ്പലുകളിൽ ജോലി ചെയ്തു. യുദ്ധകാലത്തെ സേവനത്തിന് ശേഷവും അവൾ കടൽ ജീവിതം തുടർന്നു. അവളുടെ കടൽ ജീവിതം ഏകദേശം 40 വർഷത്തിലേറെ നീണ്ടു. ഒടുവിൽ അവൾ വിരമിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്തെ വീട്ടിൽ താമസിച്ചു. തോട്ടവും കോഴികളും നോക്കി ശാന്തമായ ജീവിതം നയിച്ചു. 1971 83-ാം വയസ്സിൽ അവൾ മരിച്ചു. അവൾക്ക് ഇത്രയും ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കഥയെ വെറും ഭാഗ്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനും കഴിയില്ല. കാരണം ഓരോ അപകടത്തിലും അവൾ മറ്റുള്ളവരെ സഹായിച്ചു. ടൈറ്റാനിക്കിൽ അവൾ യാത്രക്കാരെ സഹായിച്ചു. ബ്രിട്ടാനിക്കിൽ അവൾ ഒരു നഴ്സായി സേവനം ചെയ്തു. അവളുടെ ജീവിതം നമ്മോട് പറയുന്നത് ഒരു കാര്യം: ഭയം ഉണ്ടാകാത്തതാണ് ധൈര്യം എന്നല്ല, ഭയപ്പെടാനുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ധൈര്യം. 1912 ടൈറ്റാനിക് മുങ്ങിയപ്പോൾ വയലറ്റ് ജെസോപ്പ് രക്ഷപ്പെട്ടു. പക്ഷേ അവളുടെ കഥ അവിടെ അവസാനിച്ചില്ല. 4 വർഷങ്ങൾക്ക് ശേഷം ടൈറ്റാനിക്കിന്റെ സഹോദരി കപ്പലായ ബ്രിട്ടാനിക്കും മുങ്ങി. അവിടെയും വയലറ്റ് ഉണ്ടായിരുന്നു. അവിടെയും അവൾ രക്ഷപ്പെട്ടു. പക്ഷേ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്നറിയാമോ? അവൾ കടലിനെ ഉപേക്ഷിച്ചില്ല. അവൾ വീണ്ടും കപ്പലിൽ ജോലി ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ടാണ് മിസ് അൺസിങ്കബിൾ എന്ന പേര് അവളുടെ കഥയ്ക്ക് ഇത്രയും യോജിക്കുന്നത്. ഒരു മനുഷ്യൻ മരണത്തെ എത്ര തവണ നേരിട്ടു എന്നതല്ല, ഓരോ തവണയും അതിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെ മുന്നോട്ട് പോയി എന്നതാണ് ഈ കഥയുടെ യഥാർത്ഥ അത്ഭുതം. ഇത്തരം യഥാർത്ഥവും അവിശ്വസനീയവുമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.